ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന 3rd ചാപ്റ്റർ ആയിരുന്നു. 2-3 ക്ലാസ്സുകളിലൂടെ നമ്മൾ ആ ചാപ്റ്റർ വളരെ വിശദമായി തന്നെ പഠിച്ചു. ആ പഠിച്ച കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ആ വീഡിയോസ് കാണുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പാഠഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനുള്ള ആൻസറുകളെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് നമ്മളെ പാഠഭാഗത്തിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും അതിൻ്റെ ആൻസറുകൾ എന്താണെന്നുള്ളതൊന്നും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ കൺട്രി. എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ കൺട്രി. ഒരു രാജ്യത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് ഞാൻ പറയാം. ആൻസർ ആദ്യമേ നിങ്ങൾ എഴുതുക, എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യം എഴുതുക. എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിച്ചതാണ്, എന്നാലും ഞാൻ പറയാം. Public administration is the effective utilization of men and material for the implementation of existing laws, governmental policies, programs and developmental project. ഫസ്റ്റ് ഇത് എഴുതുക. നെക്സ്റ്റ് പിന്നെ ഒരു പോയിന്റ് കൂടെ എഴുതുക. ഗവൺമെൻറ് ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻ ടു വേരിയസ് പ്രോബ്ലംസ് ആൻഡ് എൻഷുർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ത്രൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. Governments try to find a solution to various problems and ensure the welfare of the people through public administration. Next, formulate the governmental policy. സിഗ്നിഫിക്കൻസും കൂടി നിങ്ങൾ എഴുതി വയ്ക്കുക. മാർക്ക് നോക്കിയിട്ട് ആൻസർ ചെയ്താൽ മതി. എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ കൺട്രി എന്ന് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ എന്തായാലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചൊരു വിശദീകരണം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സിഗ്നിഫിക്കൻസ് മാത്രം എഴുതാനായി പറഞ്ഞാൽ ആ ടെക്സ്റ്റിൽ ചോദ്യം തന്നിട്ടില്ല. എന്നാലും ഞാൻ പറയുകയാണ്, സിഗ്നിഫിക്കൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റ് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്ന, ഹൗ ആർ എംപ്ലോയീസ് സെലക്റ്റഡ് ഇൻ എ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. എങ്ങനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ആർ എംപ്ലോയീസ് സെലക്റ്റഡ് ഇൻ എ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. എങ്ങനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന്. എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഫസ്റ്റായിട്ട് നമ്മൾ എഴുതാനുള്ളത് എന്താണ്? നോട്ടിഫിക്കേഷനാണ്. അതായത് നോട്ടിഫിക്കേഷനാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അത് വേണം നിങ്ങൾ ഫസ്റ്റ് എഴുതാൻ, അത് മറക്കരുത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് ദ ഇനിഷ്യൽ സ്റ്റെപ്പ്. അവിടെ നിങ്ങൾ എന്ത് എഴുതണം? നോട്ടിഫിക്കേഷൻ ഈസ് ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഫോർ ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദിസിൻ്റെ സ്ഥാനത്ത് നോട്ടിഫിക്കേഷൻ എഴുതുക. നമ്മൾ പഠിച്ചിരുന്നു നോട്ടിഫിക്കേഷനാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ദിസിൻ്റെ സ്ഥാനത്ത് നോട്ടിഫിക്കേഷൻ മെൻഷൻ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഈസ് ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഫോർ ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിലെ വിവിധ വകുപ്പുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷനാണ്. ദെൻ പേഴ്സൺസ് ആർ സെലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് മെരിറ്റ് ആഫ്റ്റർ സ്ക്രീനിങ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ ആൻഡ് അപ്പോയിൻറ്റഡ് ഇൻ ഡിഫറൻറ്റ് ഗവൺമെൻറ് ഓഫീസസ്. ആൾ ദോസ് ഹു ആർ അപ്പോയിൻറ്റഡ് ഇൻ ദിസ് വേ ആർ പാർട്ട് ഓഫ് സിവിൽ സർവീസ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതാണ് എഴുതാനുള്ളത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? Then persons are selected on the basis of merit after screening test, interview and appointed in different government offices. അതിനുശേഷം മത്സര പരീക്ഷയുടെയോ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് വിവിധ ഗവൺമെൻറ് ഓഫീസുകളിൽ നിയമിക്കുന്നു. All those who are appointed in this way are part of the civil service of India. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാം തന്നെ ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 3rd ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. എന്തെല്ലാമാണ് ബ്യൂറോക്രസിയുടെ ഫ്യൂച്ചേഴ്സ്? 3rd ക്വസ്റ്റ്യൻ ആണ്. ബ്യൂറോക്രസിയുടെ ഫ്യൂച്ചേഴ്സ് എന്തെല്ലാമാണ്? നമ്മൾ നല്ലതുപോലെ പഠിച്ചതാണ് ബ്യൂറോക്രസിയുടെ ഫ്യൂച്ചേഴ്സ്.
ബ്യൂറോക്രസി ഹാസ് സർട്ടൻ ബേസിക് ഫീച്ചേഴ്സ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ, നെക്സ്റ്റ് പെർമനൻസ്, തേർഡ് വൺ അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, ഫോർത്ത് വൺ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ലാസ്റ്റ് വൺ പ്രൊഫഷണലിസം. അപ്പോൾ നമ്മൾ എന്താണ് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ പറഞ്ഞത്? ബ്യൂറോക്രസി ഈസ് ഓർഗനൈസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഈസ് വൺ എംപ്ലോയി at the top and the number of increases when it reaches the lower level. This is known as hierarchical organization. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി, ഇത് ശ്രേണീപരമായ സംഘാടനം എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പഠിച്ചത് പെർമനൻസ് ആണ്. പേഴ്സൺസ് അപ്പോയിൻറ്റഡ് വിൽ കണ്ടിന്യൂ ഇൻ സർവീസ് ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, അതായത് എന്താണ്, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ആൻഡ് അപ്പോയിൻറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. Political neutrality. Bureaucrats are liable to implement the policies of whichever party comes to power. Party interests should not reflect in their work. They should act neutrally. ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടുള്ളതല്ല. അതായത് അവർ നിഷ്പക്ഷമായി തന്നെ പ്രവർത്തിക്കണം. ഇതാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ലാസ്റ്റ് വൺ വന്നത് പ്രൊഫഷണലിസം ആണ്. എന്താണ് പ്രൊഫഷണലിസം? ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും, അതായത് എവരി ഗവൺമെൻറ് എംപ്ലോയി മസ്റ്റ് ബി സ്കിൽഡ് ഇൻ ദെയർ വർക്ക്. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. ഇതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ നമ്മൾ വളരെ വിശദമായി പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. ആ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ഇതാണ് ഫ്യൂച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. വാട്ട് ആർ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ബ്യൂറോക്രസി ഇൻ ഇന്ത്യ ആൻഡ് എക്സ്പ്ലെയിൻ. ബ്യൂറോക്രസി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ച് ക്ലാസിഫൈ ചെയ്യുക, കൂടാതെ വിശദീകരിക്കുക. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സിവിൽ സർവീസ്, ആ പോർഷനാണ് എഴുതാനുള്ളത്. ക്ലാസിഫൈ ദ ബ്യൂറോക്രസി ഇൻ ഇന്ത്യ ആൻഡ് എക്സ്പ്ലെയിൻ. അപ്പോൾ എന്താണ് നിങ്ങൾ എഴുതാനുള്ളത്? ഇന്ത്യൻ സിവിൽ സർവീസ് ഏതൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ? ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറയുന്ന റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, ദേശീയ തലത്തിൽ നിയമിക്കപ്പെടുന്നു. അപ്പോയിൻറ്റ്സ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസ്, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. എക്സാമ്പിളായി പറഞ്ഞത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസുമായിരുന്നു. നെക്സ്റ്റ് വൺ വന്നിട്ട് സെൻട്രൽ സർവീസസ് റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, അതും ദേശീയ തലത്തിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോയിൻറ്റ്സ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി, നിയമനം നടക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാത്രമാണ്. എക്സാമ്പിളായി പറയുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസുമാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് സ്റ്റേറ്റ് സർവീസസ് ആണ്. റിക്രൂട്ട്സ് അറ്റ് സ്റ്റേറ്റ് ലെവൽ, സ്റ്റേറ്റ് ലെവലിലാണ് റിക്രൂട്ട്സ് ചെയ്യപ്പെടുന്നത്. അപ്പോയിൻറ്റ്സ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി, സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാത്രമാണ് നിയമനം. ഉദാഹരണമായി പറയുന്നത് സെയിൽ ടാക്സ് ഓഫീസറാണ്. മനസ്സിലായല്ലോ? ഇതാണ് ക്ലാസിഫൈ ദ ബ്യൂറോക്രസി ഇൻ ഇന്ത്യ ആൻഡ് എക്സ്പ്ലെയിൻ ദ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. നെക്സ്റ്റ് നോക്കാം, വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻ ഇന്ത്യ? പ്രിപ്പയർ എ നോട്ട്. വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻ ഇന്ത്യ? എന്തെല്ലാം മെഷേഴ്സാണ് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിന് വേണ്ടി എടുത്തിട്ടുള്ളത്? അതിനെക്കുറിച്ച് വിശദീകരിക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെ കുറിച്ച് എഴുതണം. ഒരു പോയിൻ്റ് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്താണെന്നുള്ളത് എഴുതിയിട്ട് വേണം നിങ്ങൾ ബാക്കി ആൻസറിലേക്ക് വരാനുള്ളത്. നമ്മൾ പഠിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്താണ്? എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഫോർ ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് സർവീസസ് ആൻഡ് ടു പ്രൊവൈഡ് സർവീസ് ടു പീപ്പിൾ ഇൻ എ ടൈം ബൗണ്ട് മാനർ. ദേ ആർ നോൺ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ പല നടപടികളും സ്വീകരിച്ചു. ഇവയാണ് ഭരണ നവീകരണം എന്ന് വിളിച്ചത്. എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഫോർ ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് ദ സർവീസസ് ആൻഡ് ടു പ്രൊവൈഡ് സർവീസ് ടു പീപ്പിൾ ഇൻ എ ടൈം ബൗണ്ട് മാനർ. അത് ഫസ്റ്റ് എഴുതുക. പിന്നെ നമ്മൾ എഴുതാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഏതെല്ലാമാണെന്നുള്ളതാണ്. ഫസ്റ്റ് എഴുതാനുള്ളത് എന്താണ്? ഇ ഗവേണൻസ്. ഇ ഗവേണൻസിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ എഴുതുക. ഏതാണ് ഇ ഗവേണൻസ്? ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ദിസ് ഹെൽപ്ഡ് ടു ഒബ്റ്റെയിൻ ഗവൺമെൻറ് സർവീസസ് ഈസിലി ഇൻ എ
സ്പീഡി മാനർ. അത്രമാത്രം എഴുതിയാൽ മതി. ബാക്കി അത് എങ്ങനെയാണെന്നുള്ളത് എഴുതാൻ നിൽക്കേണ്ട. ഇ ഗവേണൻസിനെ കുറിച്ച് ഇങ്ങനെ എഴുതാം. ഇ ഗവേണൻസ് ഇസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ദിസ് ഹെൽപ്ഡ് ടു ഒബ്റ്റെയിൻ ഗവൺമെൻറ് സർവീസസ് ഈസിലി ഇൻ എ സ്പീഡി മാനർ. അത് എഴുതുക. നെക്സ്റ്റ് നിങ്ങൾ എഴുതാനുള്ളത് അതിൻ്റെ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ് ഹെഡിങ് കൊടുത്തതിന് ശേഷം ക്യാൻ റിസീവ് സർവീസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, നീഡ് നോട്ട് ടു വെയിറ്റ് ഇൻ ഗവൺമെൻറ് ഓഫീസസ് ഫോർ സർവീസ്, ഗവൺമെൻറ് സർവീസസ് ഓഫേർഡ് സ്പീഡിലി ആൻഡ് വിത്ത് ലെസ് എക്സ്പെൻസ്, എഫിഷ്യൻസി ഓഫ് ദ ഓഫീസസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതുന്ന പോയിന്റ് ഇ ഗവേണൻസ് അത്ര എഴുതുക. നെക്സ്റ്റ് എഴുതാനുള്ളത് ഏതാണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ എഴുതുമ്പോൾ ചെറിയൊരു പോയിന്റ് എഴുതുക. അതായത് ഇവിടെ എഴുതാനുള്ളത് നിങ്ങൾ എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? അക്കോർഡിംഗ് ടു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, പീപ്പിൾ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം എനി ഗവൺമെൻറ് ഓഫീസ് എബൌട്ട് ഇറ്റ്സ് വർക്കിംഗ്. അതാണ് ഫസ്റ്റ് എഴുതാനുള്ളത്. ഒന്നുകൂടി പറയാം. അക്കോർഡിംഗ് ടു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പീപ്പിൾ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം എനി ഗവൺമെൻറ് ഓഫീസ് എബൌട്ട് ഇറ്റ്സ് വർക്കിംഗ്. അത് എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് എഴുതുക? ഒബ്ജക്റ്റീവ്സ് കൂടെ എഴുതുക. നെക്സ്റ്റ് പേജിൽ ഒബ്ജക്റ്റീവ്സ് കൂടെ എഴുതുക. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ആർ ടു പ്രിവെൻറ്റ് കറപ്ഷൻ, create responsibility and make the functioning of the government transparent. The citizens will get copies public document if they apply for them. അപ്പോൾ അത്ര എഴുതുക. ഇതാകുമ്പോൾ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് എഴുതണമെന്നില്ല. ഇ ഗവേണൻസ് എഴുതുക, റൈറ്റ് ടു ഇൻഫർമേഷൻ എഴുതുക. നെക്സ്റ്റ് ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു സർവീസ് ആണ്. റൈറ്റ് ടു സർവീസ് എഴുതുമ്പോൾ Right to Service Act is a law which ensures services to the people. This law determines the time limit for every service given by a government office. If the deserved service is not given within this time limit, the responsible employee should pay a fine. As per the Right to Service Act, an officer is appointed in every government office to give guidance and proper help to the applicants. അത്ര എഴുതുക റൈറ്റ് ടു സർവീസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ പറഞ്ഞ വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻ ഇന്ത്യ, പ്രിപ്പയർ എ നോട്ട്. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്താണെന്ന് എഴുതുക, ഇ ഗവേണൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു സർവീസ്. ഓക്കെ. നെക്സ്റ്റ് നോക്കുന്നു, ഹൗ ഈസ് ഇ ഗവേണൻസ് ഹെൽപ്പ് ടു ദ പബ്ലിക്. എങ്ങനെയാണ് ഈ ഗവേണൻസ് ആളുകൾക്ക് ഉപകാരപ്രദമാവുന്നത്? അപ്പം നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് തന്നെ എഴുതിയാൽ മതി. ഇ ഗവേണൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞ് പഠിച്ച ഭാഗമാണ് നിങ്ങൾ എഴുതേണ്ടത്. ആ പോയിന്റുകൾ എഴുതി വയ്ക്കുക. അത് 4 പോയിന്റ് ഉണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ടു സർവീസ് ഹെൽപ്പ് ടു മേക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോപ്പുലർ. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷനെ കുറിച്ചും റൈറ്റ് ടു സർവീസിനെ കുറിച്ചും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, റൈറ്റ് ടു ഇൻഫർമേഷൻ ഫസ്റ്റ് എഴുതുക, നെക്സ്റ്റ് വന്നിട്ട് റൈറ്റ് ടു സർവീസിനെ കുറിച്ച് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്പ് ടേക്കൺ ടു പ്രിവെൻറ്റ് കറപ്ഷൻ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ ഇന്ത്യ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ടേക്കൺ ടു പ്രിവെൻറ്റ് കറപ്ഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. രാജ്യത്തെ വിവിധ രംഗങ്ങളിലെ അഴിമതി തടയുന്നതിന് നിലവിലുള്ള പ്രധാന സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രധാന സംവിധാനങ്ങൾ വിലയിരുത്തുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റായിട്ട് നമ്മൾ പഠിച്ചത് കറപ്ഷനെ ഇല്ലാതാക്കാൻ, അതായത് അഴിമതിയെ ഇല്ലാതാക്കാൻ കൊണ്ടുവന്നതിൽ ഫസ്റ്റായിട്ടുള്ളത് ലോക്പാൽ ആൻഡ് ലോകായുക്തയാണ്. ലോക്പാൽ ആൻഡ് ലോകായുക്ത. നെക്സ്റ്റ് വന്നിട്ട് ലോക്പാൽ ആൻഡ് ലോകായുക്ത കഴിഞ്ഞിട്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ലാസ്റ്റ് വന്നിട്ട് ഓംബുഡ്സ്മാൻ. ഇത് ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് എഴുതാനുള്ളത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. അത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് തൊട്ട് ആ ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ തന്നെ എഴുതുക. നെക്സ്റ്റ് ഓംബുഡ്സ്മാൻ, എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ആർ പാർട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അത് തൊട്ട് ടിഫൈ ദം ഹാസ് ഇറ്റ്സ് ബിഗിനിങ് ഈസ് ബാങ്കിങ് സെക്ടർ ടു ഹിയർ ദ കംപ്ലയിൻറ്റ്സ് ഓഫ് ക്ലയൻറ്റ്സ് ആൻഡ് റെക്ടിഫൈ ദം. അതുവരെ എഴുതുക. ലാസ്റ്റ് വരെ ഓംബുഡ്സ്മാൻ അതുവരെ എഴുതുക. ഇത്രയും ആയപ്പോൾ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്.